ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. നമ്മുടെ കണ്ണൂർ രാഷ്ട്രീയം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവി ഹിഗുറ്റ. സുരാജ് വെഞ്ഞാറമൂട്, ധ്യാൻ ശ്രീനിവാസൻ, ഇന്ദ്രൻസ്, പിന്നെ ബിനു പപ്പു, വിനീത് കുമാർ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ, മനോജ് കെ ജയൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹേമന്ത് ജി നായരാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അന്ന് എന്തൊക്കെയോ ഈ പേരിന്റെ കാര്യത്തിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ആയ സിനിമയായിരുന്നു. ഈ വിവാദമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്, പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പം ഈ സിനിമ കണ്ടു. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നായകന് ഭയങ്കര പേടിയുള്ള ആളായിരിക്കും നമ്മുടെ നായകൻ. അപ്പോൾ നായകന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസിൽ ചേരേണ്ടി വരികയാണ്. പോലീസിൽ ജോലി കിട്ടുകയാണ്. അപ്പോൾ പോലീസിൽ ജോലി കിട്ടിയ ശേഷം അദ്ദേഹത്തിന് കിട്ടുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ നേതാവായ നമ്മുടെ സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് ഗൺമാനായിട്ടായിരിക്കും. അതായത് ഭയങ്കര പൊളിറ്റിക്കൽ ലീഡറൊക്കെ ആയിരിക്കും. ഭയങ്കര പൊളിറ്റിക്കൽ ലീഡറൊക്കെ ആയിരിക്കും. പിന്നെ ഈ ജീവന് ഭീഷണിയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക് ഗൺമാനായിട്ട് പോസ്റ്റിംഗ് കിട്ടുകയാണ് നമ്മുടെ നായകനായ ധ്യാൻ ശ്രീനിവാസന്. അപ്പം അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിനുള്ളിലെ ഉള്ളുകളികൾ, പിന്നെ എന്താ പറയുക, വർഗീയത, അതൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ കുറച്ച് ദൈർഘ്യം കൂടി പോയതുപോലെ തോന്നി. പിന്നെ OTT റിലീസ് ചെയ്ത് കണ്ടതായതുകൊണ്ട് എനിക്ക് വലിയൊരു കുഴപ്പമായി തോന്നിയിട്ടില്ല. പെർഫോമൻസുകളൊക്കെ എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ ഒരു കഥാപാത്രം അദ്ദേഹം കുറച്ചൊരു മസിൽ പിടിച്ച് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ആസ് യൂഷ്വൽ നമ്മൾ അദ്ദേഹം സാധാരണ എന്താണോ ചെയ്യാറുള്ളത് അതുപോലെ വന്ന് കാണിച്ചു കൂട്ടി പോയിട്ടുണ്ട് എന്നതാണ്. പിന്നെ വിനീത് കുമാർ നല്ലൊരു കഥാപാത്രമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നതാണ്. പിന്നെ മനോജ് കെ ജയൻ ഉണ്ട്, അതുപോലെ തന്നെ ബിനു പപ്പുവിന് ഡയലോഗ് ഇല്ലാന്ന് തോന്നുന്നു സിനിമയിൽ. അങ്ങനെ കുറച്ച് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആ ഒരു ജനറൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. പിന്നെ എന്താ പറയുക, എല്ലാവരും ഓക്കെ ഫീലായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം ഒരു ഓക്കെ ഫീലായിരുന്നു. പെർഫോമൻസ് എല്ലാം ഒരു ഏവറേജ് അനുഭവമാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ കുറച്ച് കോമഡിയൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കോമഡി കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നതാണ്. ഈ കൊലപാതക രാഷ്ട്രീയം, ജീവന് ഭീഷണി വരിക, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, അതിനിടയിൽ കിടന്ന് നമ്മുടെ നായകൻ എന്താ പറയുക, ഈ രാഷ്ട്രീയ കളികൾക്കിടയിൽ നമ്മുടെ നായകൻ കുടുങ്ങി പോകുന്നതൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ റോളായിരുന്നു ധ്യാൻ ശ്രീനിവാസന്. പക്ഷെ അത് പിന്നെ എത്രത്തോളം കൈവഴക്കത്തോടെ കൂടി ചെയ്തു എന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നത്. ഭയങ്കര തടിയൊക്കെ ഓവറായിട്ട് എന്തോ എനിക്ക് അത്രയും കൊണ്ട് ആ ക്യാരക്ടറിന് പറ്റിയ ആൾ തന്നെയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ. ഹിഗുറ്റ എന്ന ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് കാണാൻ പറ്റിയില്ല. അതായത് സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. നിങ്ങളത് കണ്ടുപോകുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും